ഹലോ ഗായ്സ്, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. 2024 മലയാള ഇൻഡസ്ട്രിക്ക് ഒരുപാട് ഹിറ്റ് സിനിമകൾ നമ്മൾ കണ്ടതാണ്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും പാൻ ഇന്ത്യയിലും ഒരുപാട് ഹിറ്റ് സിനിമകൾ നമ്മൾ കണ്ടു. 2024 സിനിമയ്ക്ക് ഏറ്റവും നല്ലൊരു വർഷമായിരുന്നു. അതേസമയം ബിഗ് ബഡ്ജറ്റ് വന്ന പല സിനിമകളും കൂപ്പുകുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇന്ത്യൻ 2, കങ്കുവ, അങ്ങനെ ഒരുപാട് സിനിമകൾ. അപ്പോൾ 2025 സ്റ്റാർട്ട് ആവുകയാണ്. ഈ വർഷം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഈ വർഷം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൂവി എന്ന് പറഞ്ഞാൽ അത് L2 ആണ്. നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ, ലൂസിഫറിന്റെ 2ാം ഭാഗം. ലാലേട്ടന്റെ കരിയറിന്റെ കാര്യം നമുക്കറിയാം. അവസാനമായി വന്ന സിനിമ ബറോസ്, പുള്ളിക്കാരൻ തന്നെ സംവിധാനം ചെയ്തൊരു 3D ബ്രഹ്മാണ്ഡ ചിത്രം. എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ചിത്രം. പക്ഷെ അത് തിയേറ്ററിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. പ്രേക്ഷകരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും അനുഭവങ്ങളും എല്ലാം കൊണ്ട് ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ മൂവി. തൻ്റെ കരിയറിൽ മറ്റൊരു ചിത്രം ഇനി ഡയറക്റ്റ് ചെയ്യില്ല എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ പുള്ളി ആദ്യമായും അവസാനമായും ഡയറക്റ്റ് ചെയ്ത മൂവി ബറോസ്. പക്ഷേ ഈ പ്രതീക്ഷകൾക്കും ഈ ഹൈപ്പിനെയും സംതൃപ്തിയാക്കുന്ന ഒരു റിയാക്ഷൻ ആയിരുന്നില്ല പ്രേക്ഷകരിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് മൂവിയാണ് ലൂസിഫർ 2. എല്ലാവരുടെയും പ്രതീക്ഷ ഈ സിനിമയിലാണ്. കാരണം ലൂസിഫർ 1 തന്ന ഇമ്പാക്റ്റ് തന്നെയാണ് അതിൻ്റെ കാരണം. മാർച്ചിലാണ് ഈ സിനിമയുടെ റിലീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു ലാലേട്ടൻ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വന്ന ബോക്സ് ഓഫീസ് വിറയ്ക്കും നമ്മൾ പലതവണ കണ്ടതാണ്. അത്തരം ഒരു മെഗാ ഹിറ്റ് ആവട്ടെ മോഹൻലാലിൻ്റെ ലൂസിഫർ 2. പൃഥ്വിരാജാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും കോൺഫിഡൻസിൻ്റെ കാരണം. അദ്ദേഹം ലാലേട്ടൻ ഒരു കംബാക്ക് കൊടുക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ റെക്കോർഡുകളും തിരുത്താൻ പോകുന്നൊരു സിനിമയായിരിക്കും ലൂസിഫർ 2 ദ എമ്പുരാൻ. മലയാളത്തിൽ ഒരുപാട് ജോണേഴ്സിലെ സിനിമകൾ ഇനിയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട്. അത്തരമൊരു ജോണറാണ് സൈഫൈ മൂവികൾ. ഇത്തവണ അതിൻ്റെ ഒരു പെരുന്നാൾ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ 2 സോംബി മൂവീസാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ പല ഇൻഡസ്ട്രിയിലും, എന്തിന് തമിഴിൽ വരെ സോംബി മൂവി വന്നു, മിരുതൻ. ഇതുവരെ മലയാളത്തിൽ അത്തരമൊരു സിനിമയോ അറ്റംപ്റ്റോ ഉണ്ടായിട്ടില്ല. ഇക്കൊല്ലം ആ ക്ഷീണം അങ്ങ് നികത്താന്ന് വിചാരിച്ചു. 2 സിനിമകളാണ്, ഒന്നല്ല 2 സിനിമകളാണ് ഇത്തവണ അനൗൺസ് ചെയ്തേക്കുന്നത്. അതിൽ ആദ്യത്തേത് മഞ്ചേശ്വരം മാഫിയ. ഇത് സോംബി മൂവിയാണെന്ന് മാത്രമല്ല, ഒരു സോംബി കോമഡി മൂവി കൂടിയാണ്. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയായിരിക്കും ഇത്രയും ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനെ കോമഡി ആക്കുന്നതെന്ന്. ശരിക്കും മലയാളത്തിൽ ഇതുവരെ വരാത്ത ഇത്തരം ജോണറിൽ സിനിമകളാണ് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. ഈ വർഷം അത്തരം നമ്മളെ ഞെട്ടിക്കുന്ന സിനിമകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇതേ അനൗൺസ്മെന്റിൽ, ഇതേ സോംബി ജോണറിൽ വരുന്ന മറ്റൊരു അനൗൺസ്മെന്റ് ആണ് വല. ഈ 2 സിനിമകളും എങ്ങനെയായിരിക്കും ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യാന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം കോശി. ഈ വർഷത്തെ സൂപ്പർ സ്റ്റാർ പടമാണ് കൂലി. മറ്റ് സൂപ്പർ സ്റ്റാർ പടങ്ങളെക്കാട്ടിലും കൂലിയുടെ പ്രതീക്ഷകൾ കൂടാനുള്ള കാരണം ലോകേഷാണ്. ലോകേഷ് കനകരാജ് ഇന്ത്യൻ സിനിമയിൽ ഒരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്ത മൂവി ഡയറക്ടർ. പുള്ളിക്കാരൻ്റെ എൽസുയിൽ പെട്ടതല്ല ഈ സിനിമ. എന്നാലും ഒരു സ്റ്റാൻഡലോൺ മൂവി എന്ന രീതിയിൽ രജനീകാന്ത് ലോകേഷുമായി ചേരുമ്പോൾ എന്തുമാത്രം ബ്ലഡ് ഷെഡ് ഉണ്ടാവും, സൂപ്പർ സ്റ്റാറിനെ ലോകേഷ് എങ്ങനെ യൂസ് ചെയ്യും, തിയേറ്ററിൽ അത് എങ്ങനെ സ്ഫോടനമാവും എന്ന് കാണാൻ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന സൂപ്പർ സ്റ്റാർ ചിത്രമാണ് കൂലി. നോക്കാം ലോകേഷിന്റെ സിനിമാസ്റ്റിക് യൂണിവേഴ്സിൽ രജനീകാന്തിന്റെ സ്പേസ് എവിടെയായിരിക്കുമെന്ന്. ഈ വർഷത്തെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയുടെ ലെജൻഡറി ഡയറക്ടർ മണിരത്നം, ഇന്ത്യൻ സിനിമയിലെ ലെജൻഡറി ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റർ കമൽഹാസൻ, ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസം AR റഹ്മാൻ. അങ്ങനെ ഇതിഹാസങ്ങളെല്ലാം ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമ ദ തഗ് ലൈഫ്. ഈ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ തന്നെ കണ്ട് ഞെട്ടിയവരാണ് നമ്മളെല്ലാവരും. ആ ഒരു 2 മിനിറ്റുള്ള ഒരു ടൈറ്റിൽ പോസ്റ്ററിൽ എന്തുമാത്രം സിനിമാസ്റ്റിക് മാജിക്കാണ് AR റഹ്മാനും മണിരത്നവും കമൽഹാസനും കൂടി ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറാൻ പോകുന്ന സിനിമയായിരിക്കും തഗ് ലൈഫ്. ഇതിനായി ഓരോ മലയാളികളും, തമിഴരും, ഇന്ത്യക്കാരും മുഴുവനും കാത്തിരിക്കുകയാണ് ആ വിസ്മയം കാണാനായി. മണിരത്നവും കമൽഹാസനും 30 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നുള്ള പ്രത്യേകതയാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. ഇതിനു മുന്നേ ഇവരൊന്നിച്ചപ്പോൾ ഇന്ത്യൻ സിനിമയുടെ കൾട്ട് ക്ലാസിക്കായ നായകൻ ജനിച്ചു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുമ്പോൾ മറ്റൊരു കൾട്ട് ക്ലാസിക്കിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വർഷം ഏറ്റവും വിജയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു സിനിമയാണ് കാർത്തിക് സുബ്ബരാജിന്റെ സൂര്യനായകനാവുന്ന റെട്രോ. സൂര്യയുടെ കരിയർ നമുക്കറിയാം. ഒരു സമയത്ത് വിജയ് സൂര്യ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്.
അല്ലെങ്കിൽ സൂര്യ അജിത് എന്നായിരുന്നു. ആ സ്പേസിലുണ്ടായിരുന്ന സൂര്യയുടെ കരിയർ പിന്നെ അങ്ങോട്ട് ഡൗൺഫോൾ ആയിരുന്നു. ഒരു തിയേറ്റർ ഹിറ്റിനായിട്ട് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ സംഭവിക്കുന്നു. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമ സൂര്യ പോട്ടർ, പക്ഷെ അതൊരു OTT സിനിമയായിട്ടാണ് എത്തിയത്. തിയേറ്ററിൽ ജനങ്ങൾക്ക് ആഘോഷിക്കാനായ സിനിമ കിട്ടിയില്ല. പിന്നെ വന്ന ജയ് ഭീമും OTT സിനിമയായിരുന്നു. അതിനുശേഷം വന്ന എതിർക്കും തുനിന്നവൻ തിയേറ്ററിൽ ഫ്ലോപ്പായി. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ സൂര്യയുടെ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ സിനിമ കങ്കുവ, ഇതെന്തുവാ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്ന രീതിയിലോട്ടായി. ഒരു ഹിറ്റിനായി വർഷങ്ങളുടെ കാത്തിരിപ്പാണ് സൂര്യ. ഒരു തിയേറ്റർ ബ്ലോക്ക് ബസ്റ്ററിനായി അദ്ദേഹം ഇടുന്ന എഫേർട്ട് എല്ലാം നമുക്ക് കാണാം. പക്ഷെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ഒരു ഹിറ്റില്ല, ഒരു സൂപ്പർ ഹിറ്റ് ഇല്ല, നമ്പേഴ്സ് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ ഒരു റെഡ് മാർക്കായിട്ട് നിൽക്കുക. അതെല്ലാം ഈ വർഷം മാറുമെന്നുള്ള വിശ്വാസത്തിലാണ് പ്രേക്ഷകരും സൂര്യയും കാർത്തിക് സുബ്ബരാജും. കാർത്തിക് സുബ്ബരാജിന്റെ കാര്യം നമുക്കറിയാം. ഗാങ്സ്റ്റർ സിനിമകൾ എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഡയറക്ടർ ഇൻ സൗത്ത് അദ്ദേഹം. പക്ഷേ ഇതൊരു ലവ് സ്റ്റോറിയാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഗാങ്സ്റ്റർ സിനിമ എടുക്കുന്ന കാർത്തിക് സുബ്ബരാജ് സൂര്യയുമായി ലവ് സ്റ്റോറിയുമായിട്ടാണ് എത്തുന്നത്. പക്ഷേ വിത്ത് ആക്ഷൻ. കാർത്തിക് സുബ്ബരാജിന്റെ ആ ടച്ച് അതിനകത്തുണ്ടാവും. ഒരു 2 മിനിറ്റുള്ള ഒരു ട്രെയിലറിൽ നമുക്കത് കാണിച്ചു തന്നതാണ്. ആരാണ് കാർത്തിക് സുബ്ബരാജ് എന്ന്. കാർത്തിക് സുബ്ബരാജും സൂര്യയും ഒന്നിക്കുമ്പോൾ സൂര്യക്ക് ഇതൊരു കംബാക്കും തമിഴ് ഇൻഡസ്ട്രിക്ക് ഒരു ഹിറ്റുമായിരിക്കും. ഞാനും വെയിറ്റ് ചെയ്യുന്നത് സൂര്യയുടെ കംബാക്കിനായിട്ടാണ്. വെറും ഒരു അനൗൺസ്മെന്റ് കൊണ്ട് മാത്രം നമ്മളെ ഞെട്ടിച്ചതാണ് MMM. മലയാളത്തിലെ 3 എമ്മുകൾ ഒന്നുചേരാൻ പോവുകയാണ്. മോഹൻലാൽ, മമ്മൂട്ടി, മഹേഷ് നാരായണൻ. 2013 അവസാനമായി മോഹൻലാലും മമ്മൂട്ടിയും നമ്മൾ ഒരേ സ്ക്രീനിൽ കണ്ടത്. അത് കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിൽ മോഹൻലാലായിട്ട് തന്നെ വന്നൊരു സീക്വൻസ് ആണ്. ഇതാ ഒരു സ്ക്രിപ്റ്റിനകത്ത് ഒരു കഥാപാത്രങ്ങളായി മോഹൻലാലും മമ്മൂട്ടിയും മാറുകയാണ്. അത് സംവിധാനം ചെയ്യുന്നതോ നമ്മളെ ആദ്യ സിനിമയിൽ തന്നെ ഞെട്ടിച്ച മഹേഷ് നാരായണൻ. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും 2013 ശേഷം 12 വർഷങ്ങൾക്ക് ശേഷം ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാനുള്ള ഒരു അവസരം ഈ 2025 നമ്മളെ കാത്തിരിക്കുകയാണ്. ഈ സിനിമയിൽ അവർ മാത്രമല്ല, ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ തലകളെല്ലാം തന്നെ ഈ സിനിമയ്ക്കകത്തുണ്ട്. സോ പേര് പോലും ഇട്ടിട്ടില്ലാത്ത ഈ സിനിമയ്ക്കാണ് ഈ വർഷത്തിൽ മലയാളികളും ഇന്ത്യൻ സിനിമയടക്കം എല്ലാവരും നോക്കുന്നത്. കാരണം അഭിനയ കുലപതികളാണ് ഒരേ സ്ക്രീനിൽ വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ അഭിനയ ആവേശമായ ഫഹദ് ഫാസിലും അവരോടൊപ്പം ചേരുമ്പോൾ സ്ക്രീനിൽ വിസ്മയം തന്നെ നമുക്ക് കാണാം. ഈ വർഷം ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമകളുണ്ട്. മലയാള ഇൻഡസ്ട്രിക്കും ഇന്ത്യൻ ഇൻഡസ്ട്രിക്കും അഭിമാനമാവുന്ന ഒരുപാട് സിനിമകൾ ഈ വർഷം ഉണ്ടാവട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം.